മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം അടുക്കാറാകുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ പിറന്നാളല്ലേ, നമുക്കിത് നന്നായിട്ട് തന്നെ ആഘോഷിക്കണം. തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ആ ദുഷ്ടൻ പ്രതാപൻ തൻ്റെ പിറന്നാൾ ദിവസം നല്ലൊരു സദ്യ ഉണ്ടാക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അയാളുടെ സ്വന്തം മകളായ കരുണയുടെ പിറന്നാളല്ലേ അയാളും അയാളുടെ അമ്മയും കൂടി ആഘോഷമാക്കിയിരുന്നത് എന്ന് താൻ തന്നെയല്ലേ പറയാറ്. അതുകൊണ്ട് ഇത്തവണ തൻ്റെ പിറന്നാൾ ഈ തറവാട്ടിൽ വെച്ച് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് കണ്ണൻ പറയുമ്പോൾ, അതൊന്നും വേണ്ട കണ്ണേട്ടാ, എനിക്ക് ഈ ആർഭാടങ്ങളോടോ പൊങ്ങച്ചങ്ങളോടോ ഒന്നും ഒട്ടും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. കരുണയുടെ വീട്ടിലായിരുന്നപ്പോൾ അമ്മയെയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴും, പിന്നെ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കും, അതിൽ കൂടുതൽ ഒന്നും ഉണ്ടാകാറില്ല. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും മനസ്സമാധാനത്തോടെ ഒരു ഉരുള ചോറ് കഴിക്കാൻ പോലും എന്നെ അനുവദിച്ചിരുന്നില്ല. എങ്കിലും ഇത്തവണ അതുപോലെയൊന്നും അല്ലല്ലോ. കുടുംബക്ഷേത്രത്തിൽ പോയി ദേവിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കണം, കണ്ണേട്ടനും എൻ്റെ കൂടെ വരണം, പിന്നെ അമ്മയെ ഇങ്ങോട്ട് ക്ഷണിക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് മഹി പറയുമ്പോൾ, താൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത്തവണത്തെ തൻ്റെ പിറന്നാൾ നന്നായിട്ട് തന്നെ ആഘോഷിക്കണം, എല്ലാവരെയും വിളിക്കണം, താൻ എതിരൊന്നും പറയരുത്, തനിക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് കണ്ണൻ സ്നേഹത്തോടു കൂടി പറയുമ്പോൾ മഹിക്കത് തള്ളിക്കളയാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഇതറിയുന്ന കരുണ അയാൾക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ വീട്ടിൽ വെച്ച് കരയാത്ത ഒരു പിറന്നാൾ പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവൾക്ക് വേണ്ടിയാണ് അയാൾ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന് കരുണ പറയുമ്പോൾ, എന്ത് ചെയ്യാനാ മോളെ, ഇപ്പോൾ അവൾ പറയുന്നതല്ലേ അവന് വേദവാക്യം. നിൻ്റെ വീട്ടിൽ വെച്ച് പോലും മോളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ അവളോട് ചെയ്തതിൻ്റെ പകരം വീട്ടാണ് അവൾ. ഇനി ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന് ദുർഗയും പറയുന്നുണ്ട്. കമലേശ്വരത്തെ മഹാറാണിയുടെ പിറന്നാളല്ലേ, ആഡംബരത്തിനൊന്നും ഒട്ടും കുറവ് കാണില്ല. എൻ്റെ ബർത്ത്ഡേ ദിവസം എന്താ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാലോ എന്ന് കരുണ പറയുമ്പോൾ അത് കേട്ട് നാണം കെടുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് അങ്ങനെ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം കമലേശ്വരം തറവാട്ടിൽ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആളുകളെ തന്നെ കണ്ണൻ നിയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അസൂയയോടെയും പകയോടും കൂടി നോക്കി നിൽക്കുകയാണ് കരുണ. ഇവനിത് എന്ത് ഭാവിച്ച, ഇതിൻ്റെ പേരിൽ എത്രമാത്രം പണമാണ് അവൻ ചെലവഴിക്കുന്നത്. അവളുടെ പിറന്നാളിന് ഒരു പായസമോ 2 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കിയ പോരെ, അല്ലാതെ ഇതിന് മാത്രം അറേഞ്ച്മെൻറ്റ്സിൻ്റെ ആവശ്യം എന്താണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ പരിതമിക്കുന്നുണ്ട്. ശേഷം കരുണയിൽ നിന്നും വിവരങ്ങൾ അറിയുന്ന പ്രതാപനും മുത്തശ്ശിയും ആണെങ്കിൽ അത് കേട്ട് ശരിക്കും കണ്ണ് തള്ളി പോകുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വിശേഷണങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ മോൾക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് അവൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഒട്ടും ദഹിക്കാൻ കഴിയുന്നില്ല അമ്മേ. എന്ന് വെച്ചാൽ കരുണമോളുടെ ബർത്ത്ഡേ ദിവസം എൻ്റെ മോളുടെ കണ്ണീരാണ് ഈ വീട്ടിൽ വീണത്. എന്നിട്ട് അവനും അവളും കൂടി പിറന്നാൾ ആഘോഷിച്ച് സന്തോഷിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അവളെവിടെ നിൻ്റെ ഭാര്യ മോഹിനി, അവളുടെ മൂത്ത മോളുടെ പിറന്നാളിന് അവൾ പോകുന്നുണ്ടായിരിക്കും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അവളെ വിളിച്ചിട്ടുണ്ടെന്നാണ് കരുണമോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്ന് പ്രതാപനും പറയുന്നുണ്ട്. നമ്മളെയും കണ്ണൻ വിളിക്കും, കാരണം അവിടെ നടക്കുന്നതെല്ലാം നമ്മളെ കാണിച്ച് കൊതിപ്പിക്കണ്ടേ എന്ന് പ്രതാപനും പറയുന്നുണ്ട് കേട്ടോ. എന്താ വേണ്ടതെന്ന് എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല അമ്മേ. ഇങ്ങനെ പോയ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് ഒഴിയാത്ത നേരം ഉണ്ടാവില്ല എന്ന് പ്രതാപൻ നാവെടുക്കുന്നതും ഇതേ സമയം മോഹിനി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും ചേർന്നാണ് കരുണമോളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അവളെ മഹാലക്ഷ്മിക്ക് എതിരാക്കി തീർത്തത്. കുഞ്ഞുനാൾ മുതൽ കരുണമോളെ ലക്ഷ്മി മോളിൽ നിന്നും അകറ്റാനാണ് നിങ്ങൾ 2 പേരും കൂടി ശ്രമിച്ചത്. എൻ്റെ മോളുടെ പിറന്നാളിന് സന്തോഷത്തോടെ ഒരല്പം ഭക്ഷണം കഴിക്കാൻ പോലും നിങ്ങൾ അവളെ അനുവദിച്ചിട്ടില്ല. എൻ്റെ മോളുടെ കണ്ണീര് വീഴാത്ത ഒരു പിറന്നാൾ പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പിറന്നാൾ സന്തോഷത്തോടെ ആഘോഷിക്കാൻ പോകുന്നു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ല അല്ലേ? എൻ്റെ ലക്ഷ്മി മോളെ കരയിച്ചതിന് ദൈവം തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്ന് അവർക്ക് നല്ല മറുപടി തന്നെ മോഹിനി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അങ്ങനെ കമലേശ്വരത്ത് മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം വന്നെത്താണ്. കണ്ണനെയും കൂട്ടി മഹാലക്ഷ്മി കുടുംബക്ഷേത്രത്തിൽ പോയി ദേവിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിഥികളെല്ലാം കമലേശ്വരം തറവാട്ടിലേക്ക് ഓരോരുത്തരായിട്ട് വന്നെത്തുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവരും സമൂഹത്തിലെ ഉന്നതരും ഒക്കെയാണ് കേട്ടോ മഹാലക്ഷ്മിയുടെ പിറന്നാളിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതൊക്കെ കണ്ട്
ഉണ്ണിയോടായിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ പണവും സമൂഹത്തിൽ നിലയും വിലയുള്ള ഏതെങ്കിലും വ്യക്തികൾ ഉണ്ണിയേട്ടന് പരിചയക്കാരായിട്ടുണ്ടോ? വീൽ ചെയറിൽ ഇരുന്നാൽ എന്താ, വരുന്നവരൊക്കെ അയാളോട് കാണിക്കുന്ന ബഹുമാനം കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നുണ്ട് കരുണ. ഇത് കേട്ട് ദുർഗയും ശരിക്കും വല്ലാതാവുന്നുണ്ട്. ഉണ്ണിയാണെങ്കിലും നനഞ്ഞ പടക്കം പോലെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും വാമനും സീമന്തനിയും സ്വാതിയും മഞ്ജുവും എല്ലാം മഹാലക്ഷ്മിയുടെ പിറന്നാളിനായിട്ട് കമലേശ്വരത്ത് എത്തുന്നുണ്ട്. മേഘൻ മാത്രം കണ്ണൻ്റെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം അവിടേക്ക് മഹാലക്ഷ്മിയുടെ പിറന്നാളിന് എത്തിച്ചേരുന്നില്ല. അവിടുത്തെ ആ സെറ്റപ്പൊക്കെ കണ്ട് പ്രതാപനും മുത്തശ്ശിക്കും ഒക്കെ കണ്ണ് തള്ളി പോവാണ് കേട്ടോ. കരുണമോൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ് പ്രതാപൻ ചെയ്യുന്നത്. ഇതേസമയം കണ്ണനും മഹാലക്ഷ്മിയും അതിഥികളെയൊക്കെ സ്വീകരിക്കാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മി ഉടുത്തിരിക്കുന്ന സാരി കണ്ടിട്ട് കണ്ണുകളൊക്കെ മഞ്ഞളിച്ച് പോകുന്നുണ്ട് കരുണയുടെ. മഞ്ജുവിന് മാത്രം അത് കണ്ട് ശരിക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി, ഈ സാരിക്ക് 50,000 രൂപയെങ്കിലും വില വരുമെന്ന് കരുണ പറയുന്നത് കേട്ട് കണ്ണ് തള്ളി പോവാണ് കേട്ടോ മുത്തശ്ശിയുടെ. ശേഷം ഇവിടെ ഞങ്ങളുടെ ക്ഷണപ്രകാരം എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ മഹിയുടെ പിറന്നാൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിൽ ഇത്തരം ആർഭാടങ്ങളോടോ പൊങ്ങച്ചങ്ങളോടോ ഒന്നും ഒട്ടും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എന്നിട്ടും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇയാൾ ഇങ്ങനെ നിന്ന് തീരുന്നത് എന്നെല്ലാം മഹിയെ പ്രശംസിച്ചുകൊണ്ട് കണ്ണൻ പറയുന്നത് കേട്ട് പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും കരുണയും ദുർഗയൊക്കെ. ശേഷം വന്നവരെല്ലാവരും വില കൂടിയ സമ്മാനങ്ങളൊക്കെ മഹിക്ക് നൽകുന്നുണ്ട്. പിന്നീട് അങ്ങനെ കരുണയെയും പ്രതാപനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ മഹിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ പിറന്നാൾ സമ്മാനം കരുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടി ഞാൻ അവൾക്ക് സമ്മാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലയുള്ള ലക്ഷങ്ങൾ വിലയുള്ള ഒരു ഡയമണ്ട് നെക്ലസ് തന്നെ മഹിക്ക് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കണ്ണേട്ടാ, എനിക്കിങ്ങനെ സ്വർണ്ണത്തോടൊന്നും ഒട്ടും ആർത്തിയില്ല എന്നെല്ലാം മഹി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മോഹിനിയുടെ. എൻ്റെ ആഗ്രഹത്തിനാണ് ഞാനിത് തനിക്ക് വേണ്ടി വാങ്ങിയത്, താനിത് എല്ലാവരുടെയും മുന്നിൽ വെച്ചും അണിയണമെന്ന് കണ്ണൻ പറയുമ്പോൾ മഹി അത് അവിടെ വെച്ച് തന്നെ അണിയുന്നുണ്ട് കേട്ടോ. ആ നെക്ലസ് അണിയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ കരുണയും ദുർഗയും സീമന്തിനെയൊക്കെ. അങ്ങനെ മഹാലക്ഷ്മിയുടെ വിവാഹത്തിന് മുൻപുള്ള ഓരോ പിറന്നാളിനും അവളെ കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രതാപനും കരുണയ്ക്കും മുത്തശ്ശിയും എല്ലാം ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് അവരോടുള്ള പ്രതികാരം കൂടി തീർക്കുകയാണ് കേട്ടോ കണ്ണൻ ഇതേ സമയം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ രസകരമായിട്ടുള്ള ഈ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്